2021 ഗുരുവായൂരിൽ മുസ്ലിം ലീഗും ബി.ജെ.പിയും തമ്മിൽ ഡീൽ നടന്നുവെന്ന വെളിപ്പെടുത്തലുമായി മുൻ കോൺഗ്രസ് നേതാവ് പി. യതീന്ദ്രദാസ്. ഡീൽ നടത്താൻ മുൻകൈയെടുത്തത് നിലവിലെ ലീഗ് സ്ഥാനാർത്ഥി CH റഷീദ്. ബി.ജെ.പി നേതാവ് നിവേദിതയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് UDF-ഉം ലീഗും ബി.ജെ.പിയുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം. പ്രവർത്തകർക്ക് നൽകാൻ എന്ന പേരിൽ മുസ്ലിം ലീഗിൽ നിന്നും CH റഷീദ് അന്ന് പണം കൈക്കലാക്കിയിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നും 40 ലക്ഷത്തോളം രൂപ വാങ്ങിയെടുത്താണ് റഷീദും RA അബൂബക്കർ സംഘവും വിതരണം ചെയ്തതെന്നും പി. യതീന്ദ്രദാസ് പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെടാനുണ്ടായ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് ബി.ജെ.പിയുമായി ഉണ്ടാക്കിയ ഡീല് കാരണമാണ് പരാജയപ്പെടാനുള്ള കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇത് സത്യവുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഗുരുവായൂർ നിയോജകമണ്ഡലം UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ 2 വർക്കിംഗ് കമ്മിറ്റി ചെയർമാന്മാരിൽ ഒരാളായിരുന്നു ഞാൻ. അതോടൊപ്പം തന്നെ പോളിംഗ് ദിവസം ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലെ ബൂത്തുകളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്ഥാനാർത്ഥിയായിരുന്ന KNA ഖാദർ സാഹിബുമായി സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ബി.ജെ.പിയുമായി എല്ലാ ഡീലും ഉണ്ടാക്കിയത് UDF, പ്രത്യേകിച്ച് ഇപ്പോൾ ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന UDF-ൻ്റെ സ്ഥാനാർത്ഥി ശ്രീ CH റഷീദ് മുൻകൈയെടുത്താണ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണമാണ് അന്ന് നോമിനേഷൻ നൽകിയിരുന്ന അഡ്വക്കേറ്റ് നിവേദിതയുടെ നോമിനേഷൻ തള്ളിയത് തന്നെ. നമുക്കറിയാം, ഇതിന് മുന്നേ മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്, അതുപോലെ തന്നെ വക്കീലാണ്. നിസ്സാരമായ ചില രേഖകൾ ഹാജരാക്കുവാൻ സമയം നൽകിയിട്ട് പോലും അത് നൽകാതെ നോമിനേഷൻ തള്ളിയതിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗും UDF-ഉം ബി.ജെ.പിയുമായി ഉണ്ടാക്കിയ ധാരണയാണ്.